ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുറച്ച് ട്രാൻസാക്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ എൻട്രീസ് എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. ഇത് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് +1 പഠിക്കുന്ന അക്കൗണ്ടൻസി പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ്. 3 പേയ്മെന്റ് ട്രാൻസാക്ഷൻസ് ഇവിടെ എൻട്രി ചെയ്തിട്ടുണ്ട്. റെന്റ് പേ ചെയ്തത്, റെന്റ് പെയ്ഡ്, സാലറി പെയ്ഡ് ആൻഡ് കമ്മീഷൻ പെയ്ഡ്. ഓക്കെ, സോ ഇതിന്റെ എൻട്രി വരുന്നത് എങ്ങനെയായിരിക്കും? ഇപ്പൊ ഞാൻ റെന്റ് പേ ചെയ്തതിന്റെ എൻട്രി 1500 റുപ്പീസ് റെന്റ് ആയിട്ട് പേ ചെയ്തു. അതിന്റെ എൻട്രി എങ്ങനെയായിരിക്കും വരുന്നത്? ക്യാഷ് നമ്മൾ കൊടുക്കുകയാണ് ചെയ്തത്, ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി, അതുകൊണ്ട് ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യുന്നത്. റെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഡെബിറ്റ് ചെയ്യുക, എക്സ്പെൻസ് ആണ്. സോ റെന്റ് ഡെബിറ്റ് ചെയ്യുക, എക്സ്പെൻസസ് ഡെബിറ്റ് ചെയ്യുക, റെന്റ് അക്കൗണ്ട് debtor to cash account. Okay, 1500 റെന്റ് ആയിട്ട് നമ്മൾ പേ ചെയ്തു. നെക്സ്റ്റ് വരുന്നത് സാലറി പേ ചെയ്ത ട്രാൻസാക്ഷൻ ആണ്. പെയ്ഡ് സാലറി ₹1000. സെയിം തന്നെ സാലറി എക്സ്പെൻസ് ആണ്. എക്സ്പെൻസസ് എല്ലാം നമ്മൾ ഡെബിറ്റ് ആണ് ചെയ്യുന്നത്. സാലറി അക്കൗണ്ട് ഡെറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. ഓക്കെ, അടുത്തത് കമ്മീഷൻ പേ ചെയ്തതാണ്. പെയ്ഡ് കമ്മീഷൻ ₹250. സെയിം തന്നെ പേയ്മെന്റ് ആണ്. കമ്മീഷൻ പേ ചെയ്തതാവുമ്പോൾ അത് എക്സ്പെൻസ് ആണ്, ഇൻകം അല്ല. എക്സ്പെൻസ് നമ്മൾ ഡെബിറ്റ് ആണ് ചെയ്യുന്നത്. കമ്മീഷൻ പെയ്ഡ് ഡെബിറ്റ് ചെയ്യുക, then to cash account. Okay, നമ്മളിവിടെ പേയ്മെന്റ് ട്രാൻസാക്ഷൻ കൊടുത്തിട്ടുണ്ട്. പെയ്ഡ് റെന്റ്, പെയ്ഡ് സാലറി, കമ്മീഷൻ പെയ്ഡ്. റെന്റ് സാലറി എല്ലാം പേ ചെയ്തത് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ഓൾ എക്സ്പെൻസസ് ആർ ഡെബിറ്റഡ്. എക്സ്പെൻസ് നമ്മൾ കൊടുക്കുമ്പോൾ, ഇപ്പൊ റെന്റ് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. സോ ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും, എക്സ്പെൻസ് നമ്മൾ ഡെബിറ്റ് ചെയ്യും. അതുപോലെ സാലറി പേ ചെയ്യുമ്പോൾ സാലറിയെ നമ്മൾ ഡെബിറ്റ് ചെയ്യും, ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോയതുകൊണ്ട് ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. കമ്മീഷൻ പേ ചെയ്യുമ്പോൾ കമ്മീഷൻ പെയ്ഡ് ഡെബിറ്റ് ചെയ്യും, എക്സ്പെൻസ് ആയതുകൊണ്ട്. ദെൻ ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി, അത് ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, ഇനിയിപ്പോ തിരിച്ച് റെസീപ്റ്റ്സ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? ഇപ്പൊ ഞാനിവിടെ കമ്മീഷൻ റിസീവ്ഡ് ഒരു 300 റുപ്പീസ് കമ്മീഷൻ റിസീവ് ചെയ്തു. എങ്ങനെയായിരിക്കും കമ്മീഷൻ റിസീവ് ചെയ്യുമ്പോൾ എൻട്രി വരുന്നത്? നേരെ തിരിച്ചായിരിക്കും വരുന്നത്. കമ്മീഷൻ റിസീവ്ഡ് എന്ന് പറയുന്നത് ഇൻകം ആണ്. ഓൾ ഇൻകംസ് ആർ ക്രെഡിറ്റഡ്. എങ്ങനെയായിരിക്കും എൻട്രി വരുന്നത്? കമ്മീഷൻ റിസീവ്ഡ് എന്ന് പറയുന്നത് റെസിപ്റ്റ് ആണ്. നമ്മൾ കമ്മീഷൻ റിസീവ് ചെയ്യാണ് ചെയ്യുന്നത്. ഇൻകം ആണ്, നമ്മുടെ കയ്യിലേക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ക്യാഷ് ആയിട്ട് ക്യാഷ് നമ്മൾ റിസീവ് ചെയ്യുന്നു. കമ്മീഷൻ ഇൻകം ആണ്. ഇൻകംസ് നമ്മൾ ചെയ്യുന്നത് ക്രെഡിറ്റ് ആണ്. ഓൾ ഇൻകംസ് ആർ ക്രെഡിറ്റഡ്, ഓൾ എക്സ്പെൻസസ് ആർ ഡെബിറ്റഡ്. ഇതിപ്പോ നമ്മൾ ചെയ്യേണ്ടത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു കമ്മീഷൻ റിസീവ്ഡ്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു, കമ്മീഷൻ റിസീവ്ഡ് ഇൻകം ആയതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്തു.
ഓക്കെ. ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ് 200 rupees 200. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും എൻട്രി വരുന്നത്? ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന് പറയുന്നത് ഇൻകം ആണ്. സോ ഇൻകം നമ്മൾ ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ക്യാഷ് ഡെബിറ്റ് ചെയ്യുക. ക്യാഷ് നമ്മുടെ കയ്യിലേക്ക് വരികയാണ് ചെയ്യുന്നത്. സോ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. ഇൻകം ആയതുകൊണ്ട് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ക്രെഡിറ്റ് ചെയ്യുക. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ, ടു ഇൻട്രസ്റ്റ് റിസീവ്ഡ് കേട്ടോ. നമ്മുടെ കയ്യിലേക്ക് വരുന്നത് നമ്മൾ ഡെബിറ്റ് ചെയ്യുക, നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക. ആ ഒരു ഇത് മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഇൻകംസ് എല്ലാം നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക, എക്സ്പെൻസസ് എല്ലാം നമ്മൾ ഡെബിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് വേറൊരു വീഡിയോയുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.